ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 5-ാം തീയതി, ഒന്നാമത്തെ വായനാഭാഗം. യോശുവയുടെ പുസ്തകം 23-24 അധ്യായങ്ങൾ. ഇപ്പോൾ യോശുവ സകല ജനത്തെയും വിളിച്ചു കൂട്ടി, അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപതികളെയും പ്രമാണിമാരെയും ഒക്കെ വിളിച്ച് അവരോട് പറഞ്ഞതാണ്, ഞാൻ വൃദ്ധനായിരിക്കുന്നു, നിങ്ങൾക്ക് ദൈവം ഈ ദേശമൊക്കെയും അവകാശമായി തന്നിരിക്കുന്നു, ദൈവം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ ദേശത്തെ ജനത്തെയൊക്കെയും മാറ്റിയിരിക്കുന്നു. ഇതെല്ലാം ഓർക്കണം, ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധമൊക്കെ ചെയ്ത് തന്ന് നിങ്ങൾക്കെല്ലാം എല്ലാം തൃപ്തിയായിരിക്കുന്നു. നിങ്ങൾ ഈ ദേശത്ത് ജീവിച്ച് മുമ്പ് ആയിരുന്നത് പോലെ ദൈവത്തെ തന്നെ സേവിച്ച് ജീവിക്കണം. ഈ ദേശത്തെ അന്യദൈവങ്ങളെ നിങ്ങൾ ചെന്ന് നമസ്കരിക്കരുത്. ഇവിടുത്തെ ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുക, അവരുമായി ഇടകലരുകയോ ചെയ്യരുത്. നിങ്ങൾ വേർപെട്ടൊരു ജനമായി തന്നെ ജീവിക്കണം. നിങ്ങൾ അവർ നിങ്ങളോട് ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളുടെ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയുകയില്ലെന്നും, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപ്പുറത്തു ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ഈ ഒരു ഗൗരവമായിട്ട് അതിനെ യോശുവ ഇസ്രായേൽ മക്കളോട് പറയും. മുമ്പ് ഇതുപോലെ ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മോശെ ജനത്തോട് സംസാരിക്കുന്നതാണ്. മോശയുടെ കാര്യങ്ങൾ ഇതുപോലെ 2 അധ്യായത്തിൽ നിൽക്കുന്നതല്ല. വളരെ അധ്യായങ്ങൾ മോവാബ് സമഭൂമിയിൽ വെച്ചാണ് അതെല്ലാം പറയുന്നത്, കനാൻ ദേശത്ത് കടക്കുന്നതിന് മുമ്പ്. അത് പറയുന്നതിന് പ്രധാന കാരണം, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട സമൂഹം മുഴുവൻ മരിച്ചു. ഇന്ന് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടവരല്ല ഈ കൂടെ ഉള്ളത്. അതിനുശേഷം യാത്രാമധ്യേ പല സ്ഥലങ്ങളിലും വെച്ച് ജനിച്ച മക്കളാണ്. അവർക്ക് പഴയ ചരിത്രങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിന് ഒരുപാട് സമയവും ഒരുപാട് ദിവസങ്ങളും ഒരുപാട് പുസ്തകത്താളുകളും അതിനായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ അറിയാവുന്ന ജനത്തോട് തന്നെയാണ് യോശുവ സംസാരിക്കുന്നത്. അതുകൊണ്ട് യോശുവ അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമാണ് അവരോട് പറയുന്നത്. അപ്പം നിങ്ങൾ അന്യദൈവങ്ങളെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും. അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. അത് 23-ാം അധ്യായത്തിൻ്റെ അവസാനമാണ് ഇപ്പോൾ വായിച്ചു. ഇനി 24-ാം അധ്യായത്തിൽ യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ശെഖേമിൽ കൂട്ടി. ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്നാൽ, അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അബ്രഹാമിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസ്ഹാക്കിനെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞ് വരുവാണ്. നിങ്ങൾ മിസ്രൈമിലായിരുന്നത്, മിസ്രൈമിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്, അവിടെ ചെങ്കടലിൽ മിസ്രൈമ സൈന്യം മുഴുവൻ വീണുപോയത്, നിങ്ങളെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തോടിലും ദൈവം നിങ്ങളെ കൊണ്ടുവന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതിനിടയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. അവർ യെബൂസർ, ഹിത്യർ, ഗിർഗിസരൊക്കെ നിങ്ങളുടെ നേരെ വന്നപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരായ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിൻ്റെ വാളുകൊണ്ടല്ല, നിൻ്റെ വില്ലുകൊണ്ടുമല്ല, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് മോശയുടെ കാലത്ത് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. അപ്പോൾ ഇന്നും ഈ ജനം ഇതെല്ലാം കേട്ടിട്ട് അവർ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് ആര് പറഞ്ഞു? യോശുവ പറഞ്ഞപ്പോൾ അതിന് ജനം ഉത്തരം പറഞ്ഞതാണ്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്ന് ജനവും എതിർവാക്യമായിട്ട് പറയുകയും ചെയ്തു. നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. കാരണം അത്ര വിശുദ്ധീകരിക്കപ്പെട്ട, അത്ര വേർതിരിക്കപ്പെട്ട തീക്ഷ്ണതയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നിങ്ങൾക്ക് അങ്ങനെ നിസ്സാരമായി
ബഹുമാനത്തോടും സ്നേഹത്തോടും ഒക്കെ മാത്രമേ ദൈവത്തെ നിങ്ങൾക്ക് സേവിപ്പാനൊക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ നിസ്സാരമായി കാര്യങ്ങളെ കണ്ടാൽ ദൈവം നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. വീണ്ടും അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ജനം യോശുവയോട് പറയുന്നത്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, ആ ദൈവത്തിൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറയും. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അപ്പോൾ ഇതൊരു നിയമമായി മാറുകയാണ്. അവർ ശേഖേമിൽ വെച്ചൊരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിൻ്റെ കീഴിൽ നാട്ടിയും വെച്ച് യോശുവ സകല ജനത്തോടും, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മളെ കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കല്ല് കേട്ടിരിക്കുന്നു, ആ കല്ല് നമുക്ക് സാക്ഷിയാണ് എന്ന് പറയാം. അപ്പോൾ ആ കല്ല് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത് കാണുന്ന ജനത്തിന് ഇത് ഓർമ്മ വരികയും തൻ്റെ മകനോടും മകളോടും കൊച്ചുമകനോടും കൊച്ചുമക്കളോടും ഈ കല്ല് ഇതാണ്, ഈ കല്ല് ഇന്നതിൻ്റെ ഓർമ്മയാണ്, ഇന്നതിൻ്റെ സാക്ഷ്യമാണ്, ഇന്നതിൻ്റെ ജ്ഞാപകമാണ് എന്ന് തലമുറയോട് പറയാനിടയാകും. അതിനുവേണ്ടിയാണ് ആ കല്ല് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യോശുവ മരിക്കുകയാണ്. യോശുവയ്ക്ക് 110 വയസ്സ് ആയി. അവിടെ എഫ്രൈം പർവ്വതത്തിലുള്ള തിബ്നാത്ത് സേരഹിൽ ഗായസ് മലയുടെ വടക്ക് വശത്ത് അവൻ്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന യോസഫിൻ്റെ അസ്ഥികളെ അവർ ശേഖേമിൽ, യാക്കോബ് ശേഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. യോസഫിൻ്റെ അസ്ഥികൾ അടക്കം ചെയ്തു. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന അസ്ഥികളാണ്. അത് യോസഫിൻ്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹരോൻ്റെ മകൻ എലെയാസറും മരിച്ചു. അവൻ്റെ മകനായ ഫീനഹാസ് എഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരിക്കുന്ന കുന്നിൽ അടക്കം ചെയ്തു. അപ്പോൾ ഇവരെ നയിച്ചിരുന്ന 2 പേരാണ് നമ്മൾ അന്ന് കാണുന്ന മോശയും അഹരോനും ഒക്കെ മരിച്ചതുപോലെ ഇന്ന് യോശുവയും ഫീനഹാസും മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വാക്വം അല്ലെങ്കിൽ ഒരു ശൂന്യത ഉണ്ടാവും. നമുക്കത് മനസ്സിലാവും. ആ ഒരു നേതൃത്വത്തിൽ നിന്നവർ, ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ നാഥൻ മരിക്കുമ്പോൾ അവിടെ ഒരു ശൂന്യതയുണ്ട്. എത്ര പ്രായമുണ്ടായിട്ട് മരിച്ചാലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നൊരു കാലമാണ്. അല്ല മരിച്ച് കിടപ്പിലായിരുന്ന കാലമല്ല, മറിച്ച് സജീവമായി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത എന്ന് പറഞ്ഞതുപോലെ ഇവർ 2 പേരും കുറേ നാളുകളായി ഈ ജനത്തെ നയിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ ഒരു ശൂന്യത സ്വാഭാവികമായും ആ ശൂന്യത ഇവിടെ ഉണ്ടാകും. അപ്പോൾ അത്തരമൊരു മരണമാണ്. അധികം കാലങ്ങൾ വ്യത്യാസമില്ലാതെ ഇവർ 2 പേരും മരിച്ചു. ഇന്ന് യോശുവയോ എലെയാസറോ അവർക്ക് നേതൃത്വത്തിന് ആയിട്ടില്ല. ഇനിയിപ്പോൾ ഫീനഹാസാണ് അടുത്ത പുരോഹിതനായി വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇപ്പം ഒരു നായകനായിട്ട് ആരെയും തിരഞ്ഞെടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. മോശയെ തിരഞ്ഞെടുത്താണ് അവിടുന്ന് ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം തയ്യാറായത്, ദൈവം അനുവദിച്ചത്, ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ ഇന്ന് അതിനുശേഷം യോശുവയാണ് ബാക്കി കനാൻ പ്രവേശനത്തിൻ്റെയും അതിൻ്റെ നേതൃത്വത്തിലും യുദ്ധങ്ങൾ നടത്തുവാനും കനാൻ ദേശം വിഭജിച്ചു കൊടുക്കുവാനും ഒക്കെയും ഉത്തരവാദിത്തപ്പെട്ട് ദൈവം തിരഞ്ഞെടുത്തത് യോശുവയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇവിടെ ഇപ്പം അങ്ങനെ ഒരു നാഥനില്ല. ജനത്തിന് ഇതുവരെയുള്ള ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് അത് അവർ ജീവിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് അവരുടെ മുമ്പിലുള്ളത്. ദൈവം ഒരു നേതാവിനെ അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായി നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നില്ല. നമുക്ക് ഈ യോശുവയുടെ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ ന്യായാധിപന്മാർ പുസ്തകമാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ യോശുവയുടെ പുസ്തകം വളരെ പ്രവൃത്തികളുടെ ആക്ടിവിറ്റീസിൻ്റെ ഒരു അധ്യായമായിരുന്നു. ഉപദേശങ്ങളെക്കാളും ഉപരി ആക്ഷനായിരുന്നു. അതായത് യാത്രയും യുദ്ധങ്ങളും പിന്നെ ദേശം വിഭജിക്കലും ഉറ്റുനോക്കലും ഇങ്ങനെയുള്ള പല 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 പ്രവൃത്തികളാൽ സജീവമായിരുന്നൊരു അധ്യായമാണ് യോശുവ. അതുപോലെ തന്നെ യോശുവ നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വന്നവരിൽ 2 കനാൻ ദേശത്ത് പ്രവേശിച്ച 2 പേർ, കാലേബ്, യോശുവ, ആ 2 പേരിൽ ഒരാളായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ പുറപ്പെട്ടിട്ട് 2 പേർ മാത്രമാണ് കനാൻ ദേശത്ത് പ്രവേശിച്ചത്. അതിലൊരാളാണ് യോശുവ. യോശുവ എപ്പോഴും യേശുക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും അതുപോലെ
ജീവിതവും അതുപോലെ തന്നെ പേരും, ആ പേരും യേശു ക്രിസ്തുവിൻ്റെ പേര് യേശു, യോശുവ, യഹോശുവ, യേശു എന്നൊക്കെ പറയുന്ന ആ പേര് യേശുവിൻ്റെ പേരിൻ്റെ അതേ അർത്ഥം തന്നെയാണ് യോശുവയുടെ നാമത്തിൻ്റെയും അർത്ഥം. അങ്ങനെ യോശുവയുടെ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം. ഇവിടെ നമ്മളൊരു പ്രത്യേക പദം കാണുന്നുണ്ട്. അരിയേലേ, അരിയേലേ, ദാവീദ് പാളയം ഇറങ്ങിയിരിക്കുന്ന നഗരമേ. അരിയേലേ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ യെരുശലേമിന് കൊടുത്ത ഒരു നിഗൂഢനാമമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നൊരു നാമമല്ല. ദൈവത്തിൻ്റെ അഗ്നികുണ്ഡം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പം ആ വാക്കിൻ്റെ അർത്ഥം അതായിരിക്കുമ്പോൾ ഈ പ്രദേശം അല്ലെങ്കിൽ യെരുശലേം ഒരു ഒരു അഗ്നികുണ്ഡമായി തീരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ദൈവം നേരത്തെ അരുളി ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രവചിക്കുകയാണ്. അത് അരിയലായി തന്നെ ഇരിക്കും, ഒരു അഗ്നികുണ്ഡമായി തന്നെ ഇരിക്കും. ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങി വാട കോരി നിന്നെ നിരോധിക്കുകയും നിൻ്റെ നേരെ കൊത്തളം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാനല്ല ചെയ്യുന്നത്. ഞാൻ നിൻ്റെ നേരെ മറ്റ് രാജ്യക്കാരെ, മറ്റ് ദേശക്കാരെ, പടയാളികളെ, രാജാക്കന്മാരെ ഒക്കെ നിങ്ങൾക്ക് എതിരെ വരുത്തും. നിങ്ങളുടെ ചുറ്റും പാളയമിറങ്ങും. അവർ നിങ്ങളെ ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും കൊല്ലുകയും ന്യായവിധി നടത്തുകയും ചെയ്യും. എൻ്റെ ന്യായവിധിയാണ് അവർ നടത്തുന്നത്. നിങ്ങൾ വിചാരിക്കും അത് എങ്ങനെയോ സംഭവിച്ചാണെന്ന്. അങ്ങനെ ഉള്ളവർ നിങ്ങളെ ഞെരുക്കുവാനും നിങ്ങളെ നിരോധം ചെയ്യാനൊക്കെയും വരുമ്പോൾ അത് ഞാൻ അയച്ചിട്ടാണ്, ഞാനാണത് ചെയ്യുന്നതെന്ന് ഇത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ജനം അറിയാറില്ല ഇങ്ങനത്തെ കാര്യം. അതൊരു ക്ഷണം മാത്രം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. അതായത് ഈ പറഞ്ഞ അരിയേൽ എന്ന യെരുശലേം. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടപെട്ട് വിട്ടിരിക്കുന്നു. അവർക്ക് ഒരു ദർശനവും കാണാൻ കഴിയുന്നില്ല. എന്താ സംഭവിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ജനത്തോട് സംസാരിക്കേണ്ടവർ ജനത്തോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അവരറിയുന്നില്ല. അവർ ജനത്തോട് സംസാരിക്കേണ്ട കാര്യം, ദൈവിക കാര്യങ്ങൾ, ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കാൻ അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനം എങ്ങോട്ട് പോകണം, എങ്ങോട്ട് നടക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉഴറി നടക്കുന്നു എന്നുള്ളതാണ്. മത്തായി 15-ാം അധ്യായം, മത്തായി 7-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ യേശുക്രിസ്തു കോട്ട് ചെയ്യുന്നതാണ്. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. യെരുശലേം ദേവാലയം എന്നൊക്കെ വലിയ കാര്യമായിട്ട് പറയും. യാഗങ്ങളെ കൊണ്ടുവരും, അവിടെ നാമമൊക്കെ കൊണ്ട് പറയും. പക്ഷേ എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവരെ എന്നിൽ നിന്ന് ദൂരത്തകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷകൽപ്പനയാണ്. ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുതവും ആശ്ചര്യമായൊരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വെക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു എന്ന് പറയുകയും ചെയ്യുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ജനം ഇതൊക്കെയും ചെയ്യുന്നവരുടെ മനസ്സിലതാണ്. എന്നിട്ട് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഈ അല്പകാലം കണ്ട് ലെബനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ? അന്നാളിൽ ചെകടന്മാർ പുസ്തകത്തിലെ വചനങ്ങൾ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർ യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ ആനന്ദിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. കനാന്യ സ്ത്രീ, അവർ ഈ ലെബനോൻ പ്രദേശങ്ങളിലുള്ള സ്ത്രീയാണ്. അവിടെ സംഭവിക്കുന്നതാണ്. അവിടെ ഈ കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം വരുന്നത് നമുക്ക് ആ കഥ അറിയാമല്ലോ, മർക്കോസ് 7-ാം അധ്യായത്തിൽ. അത് സംഭവിക്കുന്ന ഈ യേശുക്രിസ്തുവിലൂടെ ഈ ഒരു സൗഖ്യവും വിടുതലും അത്ഭുതവും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ലെബനോൻ്റെ പ്രദേശമായി. അപ്പോൾ അത് ലെബനോൻ ഒരു ഉദ്യാനമായി തീരുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രവചനം അവിടെ യേശുക്രിസ്തുവിലൂടെ നിവൃത്തിയാകപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവസാനത്തിലേക്ക് വരുമ്പം അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ ഇപ്രകാരം യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു. യാക്കോബിനെ ലജ്ജിച്ചു പോവുകയില്ല, അവൻ്റെ മുഖം ഇനി വിളറിപ്പോവുകയുമില്ല. എന്നാൽ അവൻ്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എൻ്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അതെ, അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും, അതായത് വേർപെട്ടിരിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും.
മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. അപ്പം അത് ആ ഈ യെരുശലേമിലെ അല്ലെങ്കിൽ യഹൂദായെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയുമാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാലും അവർക്ക് വരാനിരിക്കുന്നതൊക്കെയും വരും. അങ്ങനെ വരുമ്പോൾ മാത്രമേ അവർ ദൈവത്തെങ്കിലേക്ക് നോക്കുകയുള്ളൂ. അത് അനുഭവിക്കുമ്പോഴാണ് അയ്യോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിയുകയുള്ളൂ. അങ്ങനെ അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയുള്ളൂ. അവർ വിശുദ്ധീകരിക്കുകയുള്ളൂ. അവർ തങ്ങളെ തന്നെ വേർതിരിച്ച് നിർത്തുകയുള്ളൂ. അങ്ങനെ ഒരു ഇതാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. അങ്ങനെ ഇപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെ കഷ്ടങ്ങൾ വന്ന് ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടവരാതെ ഇതൊക്കെ നമുക്കൊരു മാതൃകയായിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ കഷ്ടവും പ്രയാസവും വന്നിട്ട് ദൈവത്തെങ്കിലേക്ക് പോകാതെ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും അത് പ്രകാരം ജീവിക്കുവാൻ പരമാവധി അധ്വാനവും ശ്രമവും നടത്തുകയും വേണ്ടതാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് വീണു പോകാം. പക്ഷേ അത് തിരിച്ചറിയുമ്പോൾ അത് മനസ്സിലാക്കി മടങ്ങി വരുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പക്ഷേ ഈ യഹൂദയ്ക്കും ഇസ്രായേലിനും നിരന്തരം സംഭവിച്ചിരുന്ന കഠിനതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ വചനത്തിൽ 6:4 ആവർത്തനം 6:4 പറയുന്ന പോലെ നീ നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കണം, സേവിക്കണം എന്ന് പറയുന്ന വാക്യം നമ്മൾ ഏറ്റെടുത്ത് അത് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ് വേണ്ടത്. മൂന്നാമത്തെ വായനാഭാഗം ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം. തുടക്കം ഇങ്ങനെയാണ്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ നമ്മുടെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, നമ്മൾ 11-ാം അധ്യായത്തിൽ ഒരുപാട് പേരുടെ പേര് വായിച്ചു. എല്ലാവരുടെയും പേര് ഇവിടെ എഴുതാനൊക്കത്തില്ല. അപ്പം അങ്ങനെ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് മുമ്പിൽ വിശ്വാസത്തിൻ്റെ വീരന്മാരായി നിൽക്കുന്നുണ്ട്. അവർ നിൽക്കുന്നത് കൊണ്ട് അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർ നയിച്ച ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് സകല ഭാരവും, അവരും ഭാരം ഉണ്ടായിരുന്നവരാണ്, കഷ്ടത ഉണ്ടായിരുന്നവരാണ്, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നവരാണ്, പ്രതികൂലമുണ്ടായിരുന്നവരാണ്, വിശ്വാസത്തിൻ്റെ ശോധനകൾ ഉണ്ടായിരുന്നതാണ്, പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നതാണ്, പാപം ചെയ്യാനുള്ള പ്രേരണകൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്തരം സകല ഭാരവും വഹിച്ചവരാണ്, നേരിട്ടവരാണ്. ആ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. നമ്മുടെ ചുറ്റും ഇത്രയും വലിയൊരു സമൂഹം, സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്നതോ അതിനേക്കാളും കഷ്ടം അനുഭവിച്ച ഒരുപാട് ആളുകൾ കടന്നുപോയ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു ദൈവിക ബന്ധത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞവരിവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മാതൃക സ്വീകരിച്ച് മുന്നോട്ട് ഓടാം എന്നാണ്. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് ആശയം തന്നെയാണ് താഴെയും: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ആരെ നോക്കാനാണ്? യേശുവിനെ നോക്കുക. നമ്മളെപ്പോഴും നോക്കുന്ന ആരാണ്? നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളാണ്. അവൻ അങ്ങനെ ചെയ്തു, ഇവനിങ്ങനെ ചെയ്തു, അവൻ ദൈവത്തിൻ്റെ വിശ്വസ്തത കാണിച്ചില്ല, എന്നെ കൊണ്ടുവന്നവൻ, എന്നെ പഠിപ്പിച്ചവൻ ഇങ്ങനെയല്ലേ കാണിക്കുന്നത്, പിന്നെ ഞാനെങ്ങനെ കാണിക്കണം എന്നൊക്കെ ആണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും മറ്റുള്ള കൂടെ ഇരിക്കുന്നവരെയോ വേറൊരാളുകയോ മാതൃക കാണിക്കാൻ വചനം നമ്മളോട് പറയുന്നില്ല. വചനം നമ്മളോട് പറയുന്നത് യേശു ക്രിസ്തുവിനെ മാതൃകയായി സ്വീകരിക്കുവാനാണ്. ആ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഞാനതൊന്നുകൂടെ പറയത്തില്ല, വായിച്ചു പോകത്തേ ഉള്ളൂ, ഒന്നുകൂടെ വായിക്കാം. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന, യേശുക്രിസ്തുവിന് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ മാതൃകയാക്കി നോക്കേണ്ടത്. യേശു എങ്ങനെയാണ് ഇതിനെല്ലാം നേരിട്ടത്? യേശു എങ്ങനെയാണ് ജീവിച്ചത്? യേശു ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയായിരുന്നു? യേശുവിലൂടെ ദൈവം വെളിപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ യേശുവിനല്ലാതെ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? അതാണ് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം. ആരെ? യേശുവിനെ. അതുപോലെ സഹിച്ചവർ വേറെയും പലരുമുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് ഓർക്കുന്നത് നല്ലതാണ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. യേശുക്രിസ്തു പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നവനാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പക്ഷേ പ്രാണത്യാഗത്തോളം എതിർത്തുന്ന ഒരുവനെയാണ് മാതൃകയാക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. കർത്താവ് അവനെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു.
ഇത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്, മോശ പറയുന്ന കാര്യമാണ്. അപ്പം പറയുന്നത്, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു അപ്പൻ, അതുപോലെ തന്നെ ദൈവവും നമ്മളെ ശിക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നശിച്ചു പോകാൻ, നമ്മൾ നേർവഴിക്ക് നയിക്കുകയാണ്. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഇവിടെയുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ മക്കളാണ്, അല്ലെങ്കിൽ കൗലടയന്മാരല്ല എന്ന് ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മക്കളെന്ന് നിങ്ങളുടെ അപ്പന്മാർ നിങ്ങൾ ആവുന്ന മക്കളെ സ്നേഹിച്ചതുപോലെ, നേർവഴിക്ക് നയിച്ചതുപോലെ, ശാസിച്ചതുപോലെ, ശിക്ഷിച്ചതുപോലെ ദൈവം നിങ്ങളെയും ശാസിക്കുകയും ശിക്ഷിക്കുകയും നേർവഴിക്ക് നടത്തുകയൊക്കെ ചെയ്യും. അത് സഹിക്കാൻ വയ്യാതെ പിന്മാറിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകാണ്ട് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. ഇത് ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നതാണ്. ശിക്ഷ ദുഃഖകരമാണ് തൽക്കാലം, പക്ഷേ അത് പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് അത് നല്ലത് തന്നെയാണ് എന്നാണ് പറയുന്നത്. പിന്നൊരു ഉപദേശം പറയുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി ആരും അതിനാൽ മലിനപ്പെടുകയും ഏശാവ് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞതുപോലെ അഭക്തനായി തീരുവാതിരിപ്പാനും കരുതിക്കൊള്ളുക. ഏശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ഇച്ഛിച്ചിട്ടും അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നും അറിയുന്നുവല്ലോ എന്നാണ്. എന്നിട്ട് വായിക്കുന്നത്, നമ്മൾ വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദും, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് ചില മലയുടെയും കുന്നിൻ്റെയും നിസ്സാരമായ കാര്യങ്ങളുടെയും ഒന്നും മുമ്പിലല്ല. നിങ്ങൾ ശ്രേഷ്ഠമായ ഒരിടത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങളതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. നിങ്ങൾ ആയിരുന്ന അവസ്ഥയിലല്ല ഇന്ന്. നിങ്ങളെ വളരെ വ്യത്യസ്തമായ ഉയർന്ന ഒരു തലത്തിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അപ്പം ഭൂമിയിൽ അരുളി ചെയ്ത മനുഷ്യരെ നിരസിച്ചവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ അരുളപ്പാട് വന്നിരിക്കുമ്പോൾ അത് നമ്മൾ നിരസിച്ചാൽ എന്തധികമായിട്ട് നമുക്കതിൻ്റെ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് താഴോട്ട് ആകയാൽ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം വായിക്കുന്നില്ല. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതും നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറും ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അങ്ങനെ ഒരു ഭയം നമുക്ക് വേണം. ഇന്ന് പുതിയ നിയമകാലമാണ്, യേശുക്രിസ്തു നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു നമ്മളാരും കരുതരുത്. ദൈവത്തിന് അന്നും ഇന്നും എന്നും ഒരേ സ്വഭാവം തന്നെയാണ്. ആ കോപവും ശിക്ഷ തരാനുള്ള മനസ്സും ഒക്കെ ദൈവത്തിനുണ്ട്. പക്ഷേ യേശുക്രിസ്തു നമുക്കിടെ ഒരു മധ്യസ്ഥനായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അന്നത്തെ കാലത്തെ പോലെ ബാധയും പിന്നെ രാജാക്കന്മാരുടെ ശിക്ഷകളും യുദ്ധങ്ങളും ഒന്നും നമുക്കുണ്ടാകാതെ ഇരിക്കുന്ന യേശുക്രിസ്തു നമുക്കുള്ളത് കൊണ്ടാണ്. അത് എന്നും ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അതിനൊക്കെ ഒരു കാലമുണ്ട്. ആ കാലം വരെയൊക്കെ അത് കാണുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ കാലവും നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് ക്രിസ്തു തന്നെ അത് പൊറുക്കില്ലല്ലോ. പിന്നല്ലേ ദൈവം പൊറുക്കുന്നത്. ക്രിസ്തു തന്നെ അത് പൊറുക്കാൻ കഴിയാത്തതാണ്. ക്രിസ്തുവിൻ്റെ മനസ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന് ഒരു പരിധിയുണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. എല്ലാ കാലവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് വചനം പറയുന്ന പോലെ
ദൈവത്തിൻ്റെ ഹിതം ചെയ്യാനാണ് യേശുക്രിസ്തു ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് യേശുക്രിസ്തുവിനുള്ളത്. അതുകൊണ്ട് അത് വിട്ട് യേശുക്രിസ്തുവിന് ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല. കുറച്ച് ലിബറലായി കാര്യങ്ങൾ നമുക്ക് എത്താനൊക്കും. മുമ്പത്തെ പോലെ ഒരു അഗ്നിയുടെ അടുത്തെത്തുന്നത് പോലെ നമ്മൾ പോകേണ്ട കാര്യമില്ല. യേശുക്രിസ്തു ഇടയ്ക്കുള്ളത് കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശിക്ഷ നിരസിച്ച് പോകാമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പോൾ ആ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അഡ്വക്കേറ്റാണ് യേശുക്രിസ്തു. ആ ഭരണഘടനയുടെ അഡ്വക്കേറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ ഒരു ന്യായാധിപതി ജഡ്ജി ഇരിപ്പുണ്ടെങ്കിൽ ആ ജഡ്ജിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് ആ ജഡ്ജി അവിടെ ഉണ്ട്. ജഡ്ജിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭരണഘടന അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പറഞ്ഞ അഡ്വക്കേറ്റിന് സംസാരിക്കാനൊക്കെ ഉള്ളൂ. ആ അഡ്വക്കേറ്റ് സംസാരിക്കുന്നതനുസരിച്ച് ജഡ്ജിന് നിയമത്തിൻ്റെ നടപടി സ്വീകരിക്കാനൊക്കെ, ശിക്ഷയാണോ രക്ഷയാണോ കൊടുക്കാൻ കഴിയുന്നത്. ആ പറഞ്ഞു വെച്ച അത് ദൈവത്തിന് പോലും അത് മാറ്റാനൊക്കത്തില്ല. ദൈവം പറഞ്ഞു വെച്ച നിയമങ്ങളെ ദൈവത്തിന് പോലും മാറ്റാനൊക്കത്തില്ല. അതാണ് ആ നിയമങ്ങൾ. നിയമകർത്താവ് ദൈവമാണ്, നമുക്കറിയാമല്ലോ. ഈ നിയമങ്ങളെല്ലാം വെച്ചത് ദൈവമാണ്. പക്ഷേ ദൈവത്തിന് പോലും ഇനി ആ നിയമത്തിനെ മാറ്റാനൊക്കത്തില്ല. കാരണം അത്ര കൃത്യവും അത്ര സ്ഥിരവുമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. ദൈവത്തിന് പോലും അതിനകത്ത് മാറ്റാനൊക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു പോയതാണ്. ദൈവം പറഞ്ഞു പോയി. ആ പറഞ്ഞു പോയ കൽപ്പനകളെ ദൈവത്തിന് മാറ്റാനൊക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ തെറ്റി ഒഴിയുന്നത് എന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഇനിയൊരു അധ്യായം കൂടെ മാത്രമേ ഉള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം. നമ്മൾ 12-13 അധ്യായത്തോടു കൂടി എബ്രായർക്ക് എഴുതിയ ലേഖനം സമാപിക്കുകയും ചെയ്യും. 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ നല്ല വിരുന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പുതിയ വായനാ ഭാഗങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ. സ്തോത്രം.